ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മാസം പ്രൈസ് നല്ല ബുള്ളിഷാണ്. കഴിഞ്ഞ വീക്കിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇനി പ്രൈസ് കുറച്ച് മാസത്തേക്ക് ബുള്ളിഷ് ആയിരിക്കും. ചിലപ്പോൾ ഒരു വർഷത്തേക്ക് തന്നെ നല്ല രീതിയിൽ ബുള്ളിഷ് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ബീറിഷിലേക്കുള്ള വലിയ വലിയ സാധ്യതകളൊന്നും കിട്ടിയാൽ ചിലപ്പോൾ 1-2 ദിവസം പ്രൈസ് ഒന്ന് ബീറിഷിലേക്ക് വരാം, വീണ്ടും കണ്ടിന്യൂസ്ലി പ്രൈസ് ബുള്ളിഷിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ 2750, പിന്നെ 3000 ഈ രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $1,500 നമുക്ക് ചിലപ്പോൾ ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ കാണാം, ചിലപ്പോൾ അതിലേക്ക് മുമ്പായിട്ട് കാണാം. അപ്പോൾ പ്രൈസ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് പോകണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുതൽ പ്രൈസ് ഇങ്ങനെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് എല്ലാ മാസവും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഈ മാസം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പ്രൈസ് എന്തായാലും നല്ലൊരു ബുള്ളിഷിൽ തന്നെ പോകുന്ന ബൈ എൻട്രികൾ പരമാവധി നോക്കുക. നമുക്കിവിടെ നമ്മുടെ മന്തിൻ്റെ സെറ്റപ്പിൽ നമുക്കൊരു സെല്ലോ ഒന്നുമില്ല. ഇപ്പോൾ ഈ ക്യാൻഡിൽസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ താഴേക്ക് വരാനുള്ള സാധ്യതയില്ല എന്ന് പോലെ ആൾക്കാരും പറഞ്ഞു. പക്ഷേ നമുക്ക് ആ ഒരു ബിയറിഷിൻ്റെ ഒരു സെറ്റപ്പ് നെക്സ്റ്റ് ക്യാൻഡിലിന് കിട്ടാതെ നമുക്ക് ഒരിക്കലും താഴേക്ക് വരില്ല പ്രൈസ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വീക്കിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ഡോജി ക്യാൻഡിൽ പോലെ ഇരിക്കണേ പ്രൈസ് ഇനിയും ഒരു ഹൈ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒരു ഡേയുടെ ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. മിക്കവാറും പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കാം. നമുക്ക് കഴിഞ്ഞ ആഴ്ച തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും സെല്ലിലേക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റിയൊക്കെ തന്നായിരുന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റി തന്നായിരുന്നു. 1-2 ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്തു, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അതേപോലെ ബൈ സൈഡ് നല്ല എൻട്രി. കഴിഞ്ഞ ആഴ്ച ഏറ്റവും നല്ല ഹൈ ടൈം ഫ്രെയിമിൽ ഏറ്റവും നല്ല മൂവ്മെൻറ്റുകൾ കിട്ടിയ ട്രേഡുകളായിരുന്നു. നമുക്ക് എല്ലാം ക്യാച്ച് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ പ്രൈസ് ഒരു ബുള്ളിഷ് എൻട്രി എടുക്കുമ്പോഴും എവിടെ നിന്ന് സെല്ല് വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ വളരെ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഈ ആഴ്ച മൊത്തം ഉണ്ടായത്. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വരുമ്പോൾ ഓൾറെഡി പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്. ഐഡിയ ഒന്നും എടുത്തില്ല, ഡേയുടെ ഐഡിയ എടുക്കാനായിട്ട് പ്രൈസ് ഇങ്ങോട്ടൊക്കെ മാറി. ഡേയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നിരുന്നു വെച്ചത്. മൺഡേ പ്രൈസ് വീണ്ടും ഒരു ലോയിലേക്ക് വന്നു, നമ്മുടെ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് വന്നു, പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് വന്നു, നല്ല എൻട്രി ആയിരുന്നു അത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ട്യൂസ്ഡേ നമുക്കൊരു IFC ക്യാൻഡിൽ കിട്ടി. നമുക്കൊരു ഫേക്ക് IFC ക്യാൻഡിലോ ട്രാപ്പൊന്നും അല്ലായിരുന്നു. നെക്സ്റ്റ് ദിവസം നിന്ന് അതിൻ്റെ ലോയും ബ്രേക്ക് ചെയ്തു, ഹൈ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുത്തു. നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഈ ഡേയുടെ ഒരു ഓർഡർ ഫ്ലോയിലാണ് പ്രൈസ് വന്നത് മിറ്റിഗേറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 75% ഇവിടെ നിന്ന് പ്രൈസ് മൂവ് ചെയ്ത് ഏകദേശം ഒരു $50 പ്രൈസ് 71 പ്രൈസ് 520 വരെ ഏകദേശം ഒരു $50 പ്രൈസ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഹൈ എടുക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എടുക്കാം. നമുക്ക് നോക്കാം. നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിൽ നമ്മളവിടെ ഒരു ഓർഡർ ഫ്ലോ നമ്മൾ നോക്കിയായിരുന്നു. പക്ഷേ ആ 4 അവറിൻ്റെ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് ഒന്നും മിറ്റിഗേറ്റ് ചെയ്തില്ല. സെക്ഷൻ്റെ രീതിയിൽ ലോ ബ്രേക്ക് ചെയ്തിരുന്നു. ഡേയുടെ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തു. അവിടെ നിന്നാണ് പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് നമുക്ക് തന്നത്. ഓൾറെഡി ഞാൻ ആ ട്രേഡ് എടുത്തായിരുന്നു. പക്ഷേ എന്നാലും വീണ്ടും ചിലപ്പോൾ ഒരു ഫ്രൈഡേക്ക് ആകുമ്പോൾ പ്രൈസ് ഒന്ന് ബിയറിഷിലേക്ക് ആകാമെന്ന് ചിന്തിച്ചു. പക്ഷേ കഴിഞ്ഞ ഫ്രൈഡേ പോലെ തന്നെ പ്രൈസ് തിരിച്ച് കയറി തന്നെ പോവുകയാണ്. നല്ലൊരു പുൾ ബാക്ക് ഒന്നും ഉണ്ടായില്ല. ചെറിയ ന്യൂസ് സമയത്ത് കുറച്ച് FEG തന്നത് FEG വന്ന് മിറ്റിഗേറ്റ് ചെയ്തെന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് 4 അവറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഹൈയിൽ നമുക്കൊരു നല്ലൊരു ചോക്ക് വിത്ത് ഐഡിയം എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഐഡിയം എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കും. അപ്പോൾ മൺഡേ വന്ന് ഈ ഒരു ഐഡിയം എടുത്തു കഴിയുമ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ നല്ലൊരു പുൾ ബാക്ക് ഉണ്ടാവും. അതിനുശേഷം നല്ല ഏതെങ്കിലും നല്ലൊരു POയിൽ പ്രൈസ് വരികയാണല്ല, പ്രൈസ് കണ്ടിന്യൂസ്ലി താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഈ 4 അവറിൻ്റെ ഓർഡർ ഫ്ലോയിൽ നിന്ന് എൻട്രി ബൈ എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഈ 4 അവറിൻ്റെ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കണേ. ഈ 4 അവറിൻ്റെ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കുമ്പോഴത്തേക്കും പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്യാല്ല. പ്രൈസ് റിയാക്ട് ചെയ്ത് മൂവ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ ഡേയുടെ ഐഡിയം എടുക്കില്ല, ചിലപ്പോൾ ഡേയുടെ ഐഡിയം എടുക്കുക. ഡേയുടെ ഐഡിയം എടുത്തിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു 50-50 ചാൻസുകളിൽ പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്യും. നമ്മൾ ഇവിടെ നിന്നൊക്കെ എൻട്രി എടുത്തതുപോലെ തന്നെ ഏറ്റവും ഓൾ ടൈം ഹൈ പിന്നീട് നമ്മൾ പലപ്പോഴും ബൈ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എടുക്കാൻ സാധ്യതയില്ല, അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വരാം. നമ്മൾ പറഞ്ഞ അതേ പൊസിഷനിൽ തന്നെ കറക്റ്റായിട്ട് നമ്മൾ എൻട്രി പറഞ്ഞു, എൻട്രി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഹോൾഡ് ചെയ്യേണ്ട, പ്രൈസ് താഴേക്ക് വരാം. അത് കറക്റ്റ് ആ പൊസിഷനിൽ പ്രൈസ് താഴേക്ക് വന്നു. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് പ്രൈസ് താഴേക്ക് വരാനുള്ള നല്ലൊരു പൊസിഷനൊന്നും കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് പല ബിയർ ഷോപ്പികളും ബ്രേക്ക് ചെയ്താണ് പോയത്. നല്ലൊരു കൺഫർമേഷൻ ഒന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഇനി നിങ്ങൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് തന്നെയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ എടുക്കുക. അതും തിരിച്ച് നിങ്ങൾക്കൊരു 1 അവറിൻ്റെ 4 അവറിൻ്റെയൊക്കെ ഒരു ഓർഡർ ഫ്ലോയിൽ പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകും. അതേപോലെ തന്നെ ഡേയുടെ ഐഡിയം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം ബൈ നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ തന്നെ എടുക്കാവുന്നതാണ്. പ്രൈസ് നല്ല ബുള്ളിഷിലായിരിക്കും ആ ഒരു പൊസിഷൻ ചിലപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിനുള്ള നല്ല നല്ല എൻട്രികൾസൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. 4 അവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോയിൽ നമുക്ക്
എൻട്രി ഉണ്ടായിരുന്നു. ഇതാണ് 4 hour ഓർഡർ ഫ്ലോയിൽ. ആ സമയത്താണ് IFC ക്യാൻഡിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ എൻട്രി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടം വരെ മതി എന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലേ ദിവസം ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പല 50 മിനിറ്റിൻ്റെ ഇൻറ്റേണൽ സ്ട്രക്ചറിൽ നമുക്ക് നല്ല സെല്ലൊക്കെ തന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി പ്രൈസ് ഒന്ന് ബിയറിഷ് ആകും, ചെറുതായിട്ടൊന്ന് ബിയറിഷ് ആകും. അല്ലെങ്കിൽ നമ്മൾ ഈ എൻട്രി ഹോൾഡ് ചെയ്യും ഈ ഹൈയും വെച്ചുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടില്ല. കറക്റ്റ് എനിക്കത് കണ്ട് ഈ പൊസിഷനിൽ നിന്ന് എനിക്ക് സെല്ല് കിട്ടി. കറക്റ്റ് നമ്മൾ 1 hour ഓർഡർ ബ്ലോക്ക്. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. എനിക്ക് ഈ ഒരു എൻട്രി നല്ല രീതിയിൽ അവിടെ നിന്ന് റിസ്ക് എടുത്ത് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. 1 hour സ്ട്രക്ചർ ഏറ്റവും ബെറ്റർ സ്ട്രക്ചറാണ്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ആ ബൈ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സെല്ലൊക്കെ കുറച്ച് പിടിക്കാനൊക്കെ പറ്റി. പിന്നെ നമുക്ക് ഈ ഒരു ബൈ എടുക്കാൻ പറ്റി. ഈ ബൈ ഒന്നും ഞാൻ അധികം ഹോൾഡ് ചെയ്തില്ല. ഇവിടെ നിന്ന് എടുത്ത ട്രേഡുകളായിരുന്നു. ഓവറോൾ പ്രോഫിറ്റ് ആയതുകൊണ്ടാണോ അറിയില്ല. ഇവിടെ നിന്ന് ഞാൻ ആ എൻട്രി പിന്നീട് 2 എടുത്തത്, രണ്ടും ഏകദേശം ഈ മൂവ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഫെയർ വാല്യൂ കഴിഞ്ഞതോടെ പ്രോഫിറ്റ് എടുത്ത് മാറുകയാണ് ചെയ്തത്. ഒന്ന് ഹോൾഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ മാറിയതെന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഇടക്ക് നല്ലൊരു ബിയർഷിലേക്ക് വന്നതുകൊണ്ടാണ് ഇതും ചിലപ്പോൾ വന്നാലോ എന്ന് വിചാരിച്ചാണ് വെച്ചത്. പക്ഷേ നല്ല രീതിയിൽ അവിടെ ഒരു മൂവ്മെൻറ്റ് നമുക്കവിടെ തന്നു. ഇനി 1 hour വെച്ച് നോക്കണമെങ്കിൽ 1 hour ഡിസിഷൻ OBന്ന് പ്രൈസ് മൂവ് ചെയ്തു. 1 hour എക്സ്ട്രീം OB വളരെ താഴെയിലാണ് 1 hour എക്സ്ട്രീം OB വരുന്നത്. ഒരു വിക്ക് OB ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള OBയും കൂടിയുണ്ട്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും വന്ന് റിയാക്ട് ചെയ്ത് പോകട്ടെ. ഇപ്പോൾ നമ്മൾ ഡേയുടെ IDയും എടുക്കുന്ന സമയത്ത് ഈ 1 hour ഈ ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള ഓർഡർ ബ്ലോക്കിൽ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് ലോങ് ടൈം ട്രേഡ് എടുക്കാം. 400 എന്നൊക്കെ നിങ്ങൾക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 500 ബ്രേക്ക് ചെയ്ത് 560 വരെയൊക്കെ പ്രൈസ് മൂവ് ചെയ്യും. അപ്പോൾ അതായത് ഒരു 1300 1500 പിപ്പ് മൂവ്മെൻറ്റ് കിട്ടുന്ന ലോങ് ടൈം ട്രേഡ് ആയിരിക്കും അവിടെ നിന്നൊക്കെ എടുക്കാൻ പോകുന്നത്. വളരെ വണ്ടർഫുൾ ട്രേഡ് ആയിരിക്കും. ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ ഒരു ട്രേഡ് കിട്ടിയാൽ എന്തായാലും ലോങ് ടൈം ഒന്ന് ഹോൾഡ് ചെയ്യണം, ഈ ഹൈ ഒക്കെ വരെ ഒന്ന് ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊരു എൻട്രി എടുത്തിട്ട് പോയിട്ട് നമ്മൾ ചില ആളുകൾ ചെയ്യുന്ന ബൈ എടുക്കും, ബൈ മാത്രമായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ സെല്ല് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് എൻട്രീസ് നിങ്ങൾ നോക്കണം. നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ത് സാധ്യത കിട്ടുന്നത്, നിങ്ങൾക്ക് ബൈ എടുക്കുന്നത് സാധ്യതകൾ തന്നെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കുക. അങ്ങനെ നിങ്ങൾ നോക്കി തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ പറ്റും. പ്രൈസ് തൊട്ട് മുമ്പ് തന്നെ നമ്മളോട് കാണിച്ചു തരും പ്രൈസ് ഇനി അങ്ങോട്ട് മൂവ് ചെയ്യാൻ പോകണത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് എനിക്ക് മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇവിടെ വരുമ്പോൾ പ്രൈസ് ഇനി ഹോൾഡ് ചെയ്യേണ്ട, പ്രൈസ് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്, ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്ത് പോകാനും, ഞാൻ അങ്ങനെ പറയുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെല്ല് എടുക്കാം. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. റിസ്ക് എടുക്കുന്നത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു POയിലും കറക്റ്റ് ഒരു എൻട്രി പൊസിഷനിൽ വന്നു നമുക്കൊരു കൺഫർമേഷൻ കിട്ടി ധൈര്യമായിട്ട് നമ്മുടെ ആ സ്ട്രാറ്റജിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നമ്മളവിടെ എൻട്രി ഇടുക. അല്ലാതെ നമ്മളവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ആ സ്ട്രാറ്റജി ഉറപ്പായിട്ട് അവിടെ വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കോൺഫിഡൻസോടെ അവിടെ റിസ്ക് വെക്കുക, പ്രോഫിറ്റ് എടുത്ത് മാറുക. അപ്പോൾ നമുക്ക് 50 മിനിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും 50 മിനിറ്റിൽ ഓൾറെഡി നമുക്ക് 50 മിനിറ്റ് ഹയർ ടൈം ഫ്രെയിമും ലോവർ ടൈം ഫ്രെയിമും നമ്മൾ ടോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ ഓൾറെഡി ചേഞ്ച് ഓഫ് കെയറൊക്കെ കിട്ടാം. പക്ഷേ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു POയിൽ പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ്. ഈ ലോവർ ടൈം ഫ്രെയിം ചേഞ്ച് ഓഫ് കെയർ കിട്ടിയെന്നും പറഞ്ഞാൽ ഒരു കാര്യമില്ല, പ്രൈസ് നേരെ ബ്രേക്ക് ചെയ്ത് പോകാം. ഇപ്പോൾ 50 മിനിറ്റിൽ തിരിച്ചൊരു ചേഞ്ച് ഓഫ് കെയർ തന്നിട്ടില്ല, മൺഡേ ഓപ്പൺ ചെയ്യണ പോലെ ഇരിക്കും. 4 hour നമ്മൾ ഐഡിയ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാം. പുൾ ബാക്ക് എടുത്ത് പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടിന്യൂസിൽ താഴേക്ക് വന്ന് ഡേയുടെ ഐഡിയം വരെ നമ്മൾ ഈ പറഞ്ഞ 1 hour OB വരെയൊക്കെ പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ടായിരിക്കും തന്നെ ഇതിൽ ആ പ്രൈസ് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്ത് വരും, വീണ്ടും മൂവ് ചെയ്യും. അല്ലെങ്കിൽ പ്രൈസ് നേരെ ബ്രേക്ക് ചെയ്തൊരു ഒരു ഹൈ എടുക്കുക. അപ്പോൾ പ്രൈസ് സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. നമ്മൾ പറയുന്ന പൊസിഷനിലൊക്കെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക. പിന്നെ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഒരു കാര്യങ്ങൾ കണ്ടാൽ ഞാൻ പറയുന്ന ഇപ്പോൾ കൂടുതലായിട്ട് ട്രേഡുകൾ ഞാൻ പറയുന്നത് കൊണ്ട് തന്നെ ആ ട്രേഡ് വരുന്ന അനുസരിച്ച് മാത്രമാണ് ട്രേഡ് എടുക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടേതായ രീതിയിലും വരുന്ന നമ്മുടെ പഠിപ്പിച്ച എല്ലാ POയിൽ നിന്നും നോക്കട്ടോ. നമ്മൾ പറയുന്നത് മാത്രം എടുക്കാതെ എല്ലാം നിങ്ങൾ നോക്കുക. എന്നാലേ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കൊരു സെറ്റാകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് GBP/USDയിലേക്ക് വരാം. GBP/USD ഒന്നും പറയേണ്ട, നല്ല ബുള്ളിഷാണ്. ഇനിയിപ്പോൾ നല്ലൊരു ഫുൾ ബാക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഇത്. ഇവിടെ നിന്നൊരു ഫുൾ ബാക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ മാത്രം എടുക്കുക. ബൈ സെറ്റപ്പ് കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ബൈയിലേക്ക് തന്നെ പിടിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇനി നല്ലൊരു രീതിയിലൊരു കൺഫർമേഷൻ എടുത്തിട്ട് സെല്ല് നോക്കുന്നതായിരിക്കും നല്ലത്. ബൈ സെറ്റപ്പ് കിട്ടുന്നത് എവിടെയൊക്കെ ബൈ സെറ്റപ്പ് കിട്ടുന്ന അവിടെ നിന്നൊക്കെ ബൈ എടുക്കാമെന്നേ പറയുള്ളൂ. 2 ആഴ്ച കൊണ്ട് പ്രൈസ് നല്ല ബുള്ളിഷ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് പ്രൈസ് ഒരു 4 ആഴ്ച കൊണ്ടാണ് പ്രൈസ് ബിയറിഷായി വന്നേക്കണമെങ്കിൽ അതിൻ്റെ ഡബിൾ പ്രൈസ് മൂവ് ചെയ്തു 2 ആഴ്ച കൊണ്ട്. നല്ല മൂവ്മെൻറ്റ് കിട്ടി. അത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് നമ്മൾ ഇവിടെ നിന്ന് പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് നാളായിട്ട് പ്രൈസ് ഒരു ബുള്ളിഷ് ട്രെൻഡ്, ബൈയിലേക്കുള്ള പല ഓപ്പർച്യൂണിറ്റികളും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ, നവംബർ, ഡിസംബർ മുതൽ ഏകദേശം ഒരു
5-8 മാസമായിട്ട് നമ്മൾ ബൈയിലേക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ പ്രൈസ് വന്ന് ഇങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രക്ചറിലോ ബോഡി ബ്രേക്ക് ചെയ്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബോഡി ബ്രേക്ക് ചെയ്തായിരുന്നെങ്കിൽ പ്രൈസ് കണ്ടിന്യൂഷനായിട്ട് ബിയറിഷിലേക്ക് വരും. പക്ഷേ സ്ട്രക്ചറിലോ ബോഡി ബ്രേക്ക് ചെയ്യാഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് സ്ട്രക്ചറിലോ ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ട്രക്ചറിൽ കണ്ടോ, നല്ല പവർഫുൾ സ്ട്രക്ചറാണ്. പക്ഷേ ഇങ്ങോട്ടുള്ള സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പവർഫുൾ അല്ല. അതുകൊണ്ടാണ് പ്രൈസ് ഇത് റിയാക്ട് ചെയ്ത് പോയപ്പോൾ ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് പോയത്. അപ്പോൾ നല്ല ബുള്ളിഷായിരുന്നു കഴിഞ്ഞ ഫ്രൈഡേ ഒക്കെ. നല്ല ഒരു ഇതിൽ തന്നെ ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് സെല്ലിലേക്കുള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റി തന്നു. പക്ഷെ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ഒന്നും കിട്ടില്ല. ചെറിയൊരു 50 ഇപ്പോൾ മൂവ്മെൻറ്റിലൊക്കെ ആ പ്രൈസ് ബ്രേക്ക് ഈവൻ അടിച്ച് പോവുകയും ചെയ്ത ഒരുപാട് എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സെല്ലിലേക്ക്. ബൈയിലേക്ക് കുറച്ച് എൻട്രികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൂടുതലായിട്ട് നോക്കിയില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി കുറച്ച് തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ഗോൾഡിൽ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഡേ വരെ വന്നില്ല. നമുക്ക് 4 hourലേക്ക് വരാം. 4 hourലേക്ക് വന്നു കഴിയുമ്പോൾ പ്രൈസ് കണ്ട 4 hour ഐ ഡി എടുത്ത് ധൈര്യമായിട്ട് ഈ ബൈ നോക്കാറ്. നല്ലൊരു എൻട്രി ആയിരുന്നു അല്ലേ. 4 hour ഐ ഡി എടുത്ത് അതിൻ്റെ ബ്രേക്ക് സ്ട്രക്ചർ വന്നു. അപ്പോൾ നല്ല നല്ല എൻട്രി. നമ്മൾ 4 hour ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ 4 hour എക്സ്ട്രീം ഓബിയും 4 hour സ്ട്രക്ചർ ബുള്ളിഷ് ഓബിയും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു സ്ട്രക്ചറാണ് GBP USD. നിങ്ങൾക്ക് ലോങ് ടൈം ട്രേഡ് നോക്കാവുന്നതാണ്. 1 hour തന്നെയാണെങ്കിൽ 1 hour പ്രൈസ് ഇവിടെ ഒരു ബുള്ളിഷ് ഓബി തന്നിട്ടുണ്ട്, ബുള്ളിഷ് ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. 1 hour ആണെങ്കിൽ പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. 1 hour ഐ ഡിയും എടുത്തു, അതേ 1 hour 4 hour ഐ ഡിയും എടുത്തു, അതേ പൊസിഷൻ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്താൽ. ഇനി പ്രൈസ് വീണ്ടും ഒരു ഹൈ തന്നെയാണെങ്കിൽ ഈ ഐ ഡിയും എടുക്കാനായിട്ട് പ്രൈസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐ ഡിയും എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബൈ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ 1 hour ഒരു ഓർഡർ ഫ്ലോ ഉണ്ടല്ലോ, ഈ ഓർഡർ ഫ്ലോയിൽ നിന്നായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. നല്ലൊരു ഓർഡർ ഫ്ലോ ആണ്, നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ നല്ല റിയാക്ഷൻ തരാമെന്നുള്ള ഒരു ഏരിയ നല്ലൊരു ബൈ സെറ്റപ്പ് എടുക്കാവുന്ന ഒരു പൊസിഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഐ ഡിയും എടുക്കാതെ ചിലപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോ ചിലപ്പോൾ റിയാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ബൈ നോക്കാവുന്ന 50 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാലും 50 മിനിറ്റിൻ്റെ ഒരു എക്സ്ട്രീം ഓബി ഉണ്ട്, 50 മിനിറ്റിൽ ഐ ഡിയും എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ബൈ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. പ്രൈസ് ഓൾറെഡി നല്ല ബുള്ളിഷാണ്. ബുള്ളിഷ് വന്നു, ഇതിൻ്റെ ഹൈ ഇപ്പം എടുക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പുൾ ബാക്ക് നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ മന്തിൻ്റെ ഹൈ ആയതുകൊണ്ടും ഓൾറെഡി മന്തിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി ബിയറിഷും ആയതുകൊണ്ട് നല്ലൊരു പുൾ ബാക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 50% ധൈര്യമായിട്ട് നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വീക്കിലേക്ക് വന്നു കഴിയുമ്പോഴാണെങ്കിലും പ്രൈസ് ഓൾറെഡി നമ്മുടെ വീക്കിൻ്റെ ഇവിടെ നിന്നാണ്. ഞാനിതാ പറഞ്ഞത് നല്ലൊരു സ്ട്രക്ചറിലോ ബോഡി ബ്രേക്ക് ചെയ്തില്ല, വീക്ക് ബ്രേക്കാണ് നടത്തിയത്. അപ്പോൾ ചിലപ്പോൾ ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് പ്രൈസ് വരാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് പിന്നീട് ഒരു ഹൈ ഉണ്ടാക്കിയിട്ടായിരിക്കും പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കുന്നത്. ഇവിടെ നമുക്കൊരു വാലിഡായിട്ടുള്ളൊരു ഓബികളൊന്നും ഇല്ല. പിന്നെ പ്രൈസ് ഇവിടം വരെ വരുവാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയൊന്നും പ്രൈസ് ഓസ്ട്രേലിയൻ പൗണ്ട് കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡേയുടെ നോക്കുമ്പോൾ സ്ട്രക്ചറിൽ നല്ലൊരു ലോ തന്നിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ആ മന്തിൻ്റെ ഹൈ എടുത്തിട്ടും വരാം. അപ്പോൾ ആ കൺഫർമേഷൻ നോക്കിയിട്ട് വേണം ബൈയും സെല്ലും എടുക്കാനായിട്ട്. പ്രൈസ് ഓൾറെഡി 4 hour സ്ട്രക്ചറിൽ നല്ല എൻട്രീസ് ഉണ്ട്. 4 hour ഐ ഡിയും എടുത്ത് 4 hour ഐ ഡിയും ബുള്ളിഷായപ്പോൾ 4 hour OB നല്ല എൻട്രികളായിരുന്നു. ചിലപ്പോൾ AUD എടുക്കുന്നവർക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഈ ആഴ്ച. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 1 hour OB ബ്രേക്ക് സ്ട്രക്ചർ കൺഫേം ആയിട്ടില്ല, വിക്ക് ബ്രേക്കാണ് തന്നിരുന്നത്. ബ്രേക്ക് സ്ട്രക്ചർ കൺഫേം ആയി, വിക്ക് ബ്രേക്ക് തന്നു. അതിനുശേഷം 1 hour ഐ ഡിയും എടുത്തു, 1 hour ബ്രേക്ക് സ്ട്രക്ചർ തന്നു. വൺ അവറിൻ്റെ വിക്ക് ബ്രേക്ക് നടത്തി, പിന്നെ വീണ്ടും വിക്ക്, പിന്നെ ഇവിടെ ബോഡി ബ്രേക്ക് നടന്നു. വീണ്ടും ഒരു ഹൈ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഐഡിയമായിട്ട് വരാം. അല്ലെങ്കിൽ പ്രൈസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കുന്നത് ആ മന്തിൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ടായിരിക്കും ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റും. 50 മിനിറ്റിൽ ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. പ്രൈസ് ഇനി നിങ്ങൾക്കൊരു, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് നിങ്ങൾക്ക് എന്തായാലും ആ മന്തിൻ്റെ ഹൈ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഓസ്ട്രേലിയൻ ഡോളർ, യൂറോ USD. ഓൾറെഡി ഓൾറെഡി ബിയറിഷാണ്. എന്നാൽ മന്ത് വന്ന് കയറി ഇതിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്. നല്ലൊരു പുൾ ബാക്ക് എടുക്കുക എന്നുള്ളൊരു പൊസിഷനാണ്. വീക്ക് നോക്കിക്കഴിയുമ്പോൾ ഈ ഹൈ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹൈ
ഈ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കുറവാണ് കേട്ടോ. ചിലപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീക്ക് ഓട്ടോ ബ്ലോക്ക് വരെ ചിലപ്പോൾ ഒന്നും കൂടി വരാം, എന്നിട്ട് വീണ്ടും പ്രൈസ് ബിയറിഷിലേക്ക് വരാം. നമ്മൾ ഡേ വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി ഡേയുടെ ഒരു എക്സ്ട്രീം മൊബൈലാണല്ലോ നിൽക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ബൈയിങ് പൊസിഷനാണ്. കൂടി വന്ന് ആ മന്തിൻ്റെ ഹൈയും കൂടി ഒന്ന് എടുത്തിട്ടേ പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബൈയിങ് അല്ല, നല്ലൊരു സെല്ലിംഗ് പൊസിഷനാണ്. ലോങ് ടൈം സെൽ എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് യൂറോയിസ്റ്റ് വന്ന് നിൽക്കുന്നത്. 4 ഹവറിൻ്റെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ബുള്ളിഷാണ്. എന്നാലും ഡേയുടെ എക്സ്ട്രീം മൊബൈൽ പ്രൈസ് വന്നതുകൊണ്ട് തന്നെ നല്ലൊരു പുൾ ബാക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആദ്യത്തെ സെറ്റപ്പിൽ തന്നെ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തു. യൂറോയിസ്റ്റ് എങ്ങനെയാണ് ആദ്യം ഒരു ചിലപ്പോൾ ഒരു നിങ്ങൾക്കൊരു ട്രാപ്പ് തരാം, അതിന് ശേഷമായിരിക്കും പ്രൈസ് കയറിപ്പോകുന്നത്. അപ്പോൾ നമ്മളിത് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു ആദ്യം വന്ന് പ്രൈസ് വന്ന് ട്രിഗർ ചെയ്ത സമയത്ത് നമുക്കൊരു IFC ക്യാൻഡിൽ ഉണ്ടായിരുന്നു അല്ലേ, 4 ഹവറിൻ്റെ. ഡേയുടെ OBയിൽ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അതപ്പോൾ എടുക്കാൻ പറ്റില്ല. നമുക്കൊരു IFC ക്യാൻഡിൽ തന്നെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ പക്കാ ട്രാപ്പാണ്. നിങ്ങൾക്ക് ഇത് എടുക്കണമെന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കുക, ഈ ലോവസ്റ്റ് ടാർജറ്റ് എടുത്ത് മാറാം. നിങ്ങൾക്ക് ആ ഒരു ടാർജറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും, നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ OBയിലേക്ക് പ്രൈസ് വന്നു, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 4 ഹവറിൽ എന്തെങ്കിലും നോക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക 1 ഹവർ 50 മിനിറ്റ് ഒക്കെ നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ഹവറിൻ്റെ ഓൾറെഡി ഒരു IFC ക്യാൻഡിൽ അവിടെ തന്നിട്ടുണ്ട്. പക്ഷെ അത് ഫേക്ക് IFC ക്യാൻഡിലാണ്, നമുക്കത് IFC ക്യാൻഡിലായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ആ ട്രാപ്പ് വെച്ച് നമ്മൾ നോക്കണമെങ്കിൽ അത് ട്രാപ്പായിട്ടുള്ള IFC ക്യാൻഡിലാണ്. നമുക്ക് ആ പ്രൈസിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നുള്ള ഉറപ്പാണ്. നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു IFC ക്യാൻഡിലാണ്. പക്ഷേ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈക്വലാണ് വന്നിരിക്കണേന്ന് തോന്നുന്നു. അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. നമുക്ക് പിന്നെ 1 ഹവറിൽ തന്നെ പ്രൈസ് ബുള്ളിഷാണ്. ഇവിടെ നിന്ന് റിയാക്ഷൻ വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെക്കുമ്പോൾ ഈ എൻഡ് വരെ വെക്കരുത് കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ഫ്ലോ ആദ്യമുണ്ട്. ഇതിൽ ഓൾറെഡി പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു, പിന്നെ ഇവിടെ ഒന്നും ഹൈ ഇല്ല, പിന്നെ ഈ ഹൈ ആണ്, ഇതിലായിരിക്കും പ്രൈസ് ഒന്ന് മിറ്റിഗേറ്റ്. നിങ്ങൾ ഫസ്റ്റ് ടാർജറ്റ് തന്നെ ഇവിടെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ഫ്ലോയിൽ 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്തിട്ട് റിയാക്ട് ചെയ്തു നിങ്ങൾക്ക് ബൈ എടുക്കാൻ പറ്റുന്ന പ്രൈസ് കുറച്ച് ദിവസമായിട്ട് തന്നെ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബൈ എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ നമുക്ക് ഇത്രയുമേ പറയാനുള്ളത്. നല്ലൊരു എൻട്രി നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കുക. നമുക്ക് 50 മിനിറ്റിൽ വരികയാണെങ്കിൽ എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടുകയെന്ന് വെച്ചാൽ 50 മിനിറ്റ് ഒരു കൺഫർമേഷൻ ഇല്ല, ഇവിടെ ചോക്കോ ഒന്നും തന്നിട്ടില്ല, ഇവിടെ തന്നിട്ടില്ല. ഇതൊരു റിയാക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലിപ്പ് ആകും, അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഫ്ലിപ്പാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക 50 മിനിറ്റിൽ വന്നിട്ട് ആ ഡേയുടെ ഇതിൽ നിന്ന്. അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റികളാണ്. പിന്നെയും എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടട്ടെ. നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് ജേണലൊക്കെ എഴുതുക. അതേപോലെ ഏറ്റവും കൂടുതൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ദിവസമൊക്കെ ഏതാണെന്ന് നോക്കുക, ഏത് ട്രേഡ് ചെയ്യുന്നൊക്കെ നോക്കുക. എന്നാലേ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളെ. അപ്പോൾ നല്ല പ്രോഫിറ്റിൽ എത്തിയെന്ന് വിചാരിക്കുന്നു ഈ ആഴ്ച എല്ലാവരും. അപ്പോൾ നെക്സ്റ്റ് വീക്കും എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.